ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. കുറച്ച് ദിവസമായി നമ്മൾ കുക്കിംഗ് ചെയ്തിട്ടല്ലേ. അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി ഐറ്റം അല്ലേ, എന്തിനായിരുന്നു പേര്? ഞാൻ ഇടക്കിടക്ക് മറന്നു. ഹലീം. അതെ ഗൈസ്, നമ്മളിന്ന് ചെയ്യുന്നത് ചിക്കൻ ഹലീമാണ്. ഇത് നോമ്പിനൊക്കെ സ്പെഷ്യൽ ആയിട്ട് വിചാരിച്ച് ഉണ്ടാക്കാണ്. ഇത് ഹൈദരാബാദി സാധനമാണ്. അത് കാണുമ്പോഴത്തേനും ഫൂഫുവിന്റെ പോലെ ഇരിക്കും കേട്ടാ. ഫൂഫുവിന്റെ പോലെ അല്ല, അത് കണക്ക് ഫൂഫുവിന്റെ വേറൊരു ഐറ്റം ഞാൻ കണ്ടാക്കുന്നുണ്ട്. സെയിം ഫൂഫുവിന്റെ തന്നെ വേറൊരു മസാല വെച്ചിട്ടുള്ള ഒരു സാധനം. അത് വേണമെങ്കിൽ ഞാൻ ഒരു ദിവസം ഉണ്ടാക്കാതെ. ഇനി ചിലപ്പം ഇത് ലാസ്റ്റ് ആകുമ്പോഴത്തേന് ഇതിന്റെ പേര് ചിലപ്പോൾ മാറും. ഇടക്കിടക്ക് വേറെ പേര് ചിലപ്പോ ഞാൻ പറയും, എനിക്ക് തെറ്റിപ്പോടുന്നു. സാധനം മേടിക്കാൻ പോകുന്നത് ഹലീമായിരുന്നു. സാധനം മേടിക്കാൻ പോകുന്നത് തിരിച്ചു വന്നപ്പോ അത് സാധനം ഉണ്ടാക്കുന്നത് വെച്ചാൽ പറഞ്ഞത് അത് ഹലീം. ഇനിച്ച് കഴിയുമ്പോ നൗഷാദാവും, തിരിച്ച് വീട്ടിൽ സാധനം മേടിച്ച് വീട്ടിൽ ഹബീദായി. പിന്നെ ഞാനോട് പറഞ്ഞേ, നീ കറക്റ്റ് നോക്ക്, എന്തിനാ അറിയാൻ വയ്യ. എന്തായാലും പിന്നെ അവിടുന്ന് പോയി. ഇങ്ങനെയാണ് എന്തിനാ പേര്? ഇപ്പൊ എന്തിനാ പേര് അതിന്റെ? ഹലീം. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നു ചിക്കൻ ഹലീം. ഇത് ചിക്കനകത്ത് ഉണ്ടാക്കാം, മട്ടനെ ഉണ്ടാക്കാം, ബീഫില് ബീഫിലുണ്ടാക്കുമോ? മട്ടനകത്ത് ചിക്കനകത്ത് തോനെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഞാനല്ല ഇന്ന് ഉണ്ടാക്കുന്നത്, ഇന്ന് അച്ഛനാണ് ഉണ്ടാക്കുന്നത്. ഇല്ല, അച്ഛനാ ഇന്ന് കൂടുതൽ റെഫറൻസ് ഒക്കെ കണ്ട് പഠിച്ചു വെച്ചേക്കോട്ടെ ഫുള്ള്. അച്ഛൻ ഇന്ന് ഉണ്ടാക്കും, ഞങ്ങള് കൂടെ സഹായം. അതുപോലെ അച്ഛന്റെ കുക്കിംഗ് കണ്ടിട്ട് കുറച്ച് ആളായില്ലേ. ഇടയ്ക്ക് ഇപ്പൊ ഞാനാണ് കൂടുതൽ ചെയ്യുന്നത് കുക്കിംഗ്. ഇതിന്റെ അളവൊക്കെ ഇല്ലേ? ഉഴുന്ന് ചുവന്ന ഒരു പോട്ടെ. ഇത് സാമ്പാറിന് ഇടൂലേ അത്? ഇത് നമ്മള് വടയൊക്കെ ഉണ്ടാക്കുന്ന വടപരിപ്പ്. അതിനാ പരിപ്പ് കണ്ടിക്കാനാ കത്തി. അളവ് ആണെങ്കിൽ അവരൊക്കെ മറ്റേ സ്പൂണിനകത്ത് ഒരു ടീസ്പൂൺ ഇതിനകം ഉണ്ടാക്കിയാൽ മതി. ഇത്രയും മതി കേട്ടാ. ഇനി ഈ സാധനങ്ങളൊക്കെ ഒന്ന് കുതുക്കാം. ഇതെല്ലാം ഒരുമിച്ച് ഇത് സൂചി ഗോതമ്പാണ് കേട്ടാ. മറ്റേ വലിയ സൈസിലെ ഗോതമ്പ് ഇടാം. എനിക്കൊന്ന് കുറച്ചുകൂടെ ടേസ്റ്റ് ചെയ്താന്ന് തോന്നുന്നു സൂചി ഗോതമ്പ്. അമ്മക്ക് ആമോദരം മേടിച്ചതിന് ശേഷം അച്ഛന് പണിയില്ല. എന്നെ ഓട്ടത്തിന് വിളിച്ചിട്ടില്ല. അച്ഛൻ ഒരാഴ്ച പണിക്ക് പോയിട്ട് ഇതുവരെ ആമയിട്ടിട്ട് അമ്മയ്ക്ക് എങ്ങനെ ഉണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ ആ ഒരു ചിന്തയിലൊന്നും അല്ല ഇട്ടേക്കുന്നത്. ഈ ചില കാര്യങ്ങളെ ചിലത് ഒരുപാടൊക്കെ വിശ്വസിക്കരുത്. ചില കാര്യങ്ങൾ വിശ്വസിക്കാതെ. ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇപ്പൊ ചേട്ടന് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്. എന്തായാലും ആമയ്ക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇത് മല്ലിയിലയുടെ കൂടെ നമുക്ക് കുറെ ഇത് പോച്ചയും കിട്ടിയാട്ടോ. ആട്ടിനെ കൊടുക്കുന്ന ഇത് ഏത് സൈസ് ഇലയാണെന്ന് അറിയത്തില്ല. ഇത് എനിക്കൊന്ന് അവര് കൂടെ പറഞ്ഞപ്പോ കൂടെ നമ്മളെ വയലിലൊക്കെ ഉണ്ട്. ഇതിന് വല്ല ഇതിനകത്ത് കറിക്കകത്തൊക്കെ ഇടുന്നത് നമുക്ക് ഇട്ട് നോക്കിയാലോ? ഇത് പോച്ച വെച്ചത് ആ പോച്ച വെച്ച വെറും പോച്ച. നമ്മളാ പുതിയ പിച്ചാത്തിയുടെ ഉദ്ഘാടനം ഉണ്ടാകുന്നത്. ഇത് പലരും പല രീതിയിലായിട്ടോ ഉണ്ടാക്കുന്നത്. നമ്മള് പിന്നെ എല്ലാത്തിനും റെഫറൻസ് എടുത്തിട്ട് നമ്മുടേതായ രീതിയിൽ ഉണ്ടാക്കുക. ആദ്യം നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. പച്ചമുളക് ഫുള്ള് ചിക്കൻ അതുപോലെ ഇങ്ങോട്ട് കേട്ടോ. വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ടില്ലായിരുന്നാ? ഉപ്പൂടെ ഇട്ട് വേവിക്കാം. അതാകുമ്പം ചിക്കൻ ഉപ്പൊക്കെ അങ്ങ് പിടിക്കും. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഇത് നല്ല വെന്ത് വരണം കേട്ടോ. അതായത് എല്ലിന്നൊക്കെ വിണ്ടങ്ങ് വരണം ഇറച്ചി. അത്രയും ഇതാക്കി അങ്ങ് വേവിക്കണം. അടച്ചു വെക്കാം. ഓക്കെ. ഇനി മസാല എല്ലാം നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. ഇത് ജീരകം പൊടിച്ചത്, പിന്നെ ഇത് സാധാ ജീരകം പൊടിച്ചത്. പൊടിച്ചില്ല, പൊടിക്കണം. ചൂടാക്കി വെച്ചേക്കോട്ടെ. സഹജീരകം തരാം. ഓക്കെ, അതിരിക്കട്ടെ. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന് വരുന്നത്
ഹായിലെ തുടങ്ങുന്നത്. ഹായ, ഹാ. പറഞ്ഞേ ഹൽമാ ചിക്കൻ. ഞാൻ പറഞ്ഞില്ലേ ആദ്യം തുടങ്ങുമ്പോ ഇതിന്റെ ഒരു പേരായിരിക്കും, പിന്നെ ഇടയ്ക്ക് വെച്ച് പേര് മാറും, ലാസ്റ്റ് ഇത് മാറും, ഹമീദ് ചിക്കനാവും. ഉഴുന്നും 2 സൈസ് പരിപ്പും. സംഭവം നല്ല ഹെൽത്തി അല്ലേ ചാ? നമ്മുടെ വയറിനൊക്കെ എനിക്ക് തോന്നുന്നു നല്ല ഒരു പവർ കിട്ടുമെന്ന് തോന്നുന്നു. മനസ്സ് പറയുന്നത് അല്ലേ? അതാണ്. ഉള്ളിയും കൂടെ പൊരിച്ചെടുക്കാം കേട്ടോ. ഉള്ളി നമുക്ക് ഫ്രൈ ചെയ്താണ് ഇടുന്നത്. നോമ്പ് പിടിക്കണം കേട്ടോ ഇപ്രാവശ്യം. നമ്മള് 27 രാവിന്റെ അന്ന് നോമ്പ് പിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. 27 രാവ് 18-ാം തീയതിയോ 19-ാം തീയതി എന്തോ വരും. 18-ാം തീയതി എന്തോ വരും. 27-ാം തീയതി അല്ലേ? ഇല്ല, അങ്ങനല്ല. നമ്മുടെ ഹലീം പകുതി വെന്ത് കേട്ടെ. തിരിച്ചിട്ട് ഒന്ന് മൊത്തത്തിൽ നിന്ന് കഴിച്ചെടുക്കാം. ഇങ്ങനെ തിരിച്ചിട്ട് നോക്കാം നമുക്ക്. അച്ഛന്റെ ഹലീം ഹാഫ്. നീ ചിക്കന്റെ ഇറച്ചി മാത്രം ആക്കിയിട്ട് എല്ല് മാത്രം മാറ്റിയെടുക്കണം. കാണാനൊക്കെ രസമുണ്ട്. സൂക്ഷിച്ച്, അത് ചൂടുവെള്ളമൊക്കെ പുറത്തൊന്നും വീഴില്ലേ. ഓഹാ, ഞാൻ പറഞ്ഞേ ഉള്ളു. എല്ല് ഹാപ്പി തുട്ടന്നെ അല്ലേ? എല്ല് നമ്മള് ചിക്കൻ വേറെ എല്ല് വേറെ ആക്കി കേട്ടോ. ഇതിപ്പോ ചിക്കൻ മാത്രമായിട്ടിരിക്കുക. പക്ഷേ എല്ല് മാത്രമായിട്ടിരിക്കുക. ഇനി അടുത്ത എന്തിനാ ഇടുന്ന? അരി. അരി ഇതിനകത്തോട്ടും കിടാം. നമുക്ക് അടുപ്പ് മാറ്റാം കേട്ടോ. ഗ്യാസിൽ അങ്ങോട്ട് തീ അങ്ങോട്ട് ശരിയാവുന്നില്ല. നമുക്ക് പുറത്ത് അടുപ്പ് കൂട്ടാം. ഇത് കറക്റ്റ് നല്ല സ്ലോ കുക്ക് ചെയ്ത് ഒത്തിരി സമയം എടുത്ത് ചെയ്യേണ്ടത്. അപ്പൊ ഗ്യാസിൽ തീ അങ്ങോട്ട് ശരിയാവുന്നില്ല. എല്ലായിടത്തും തീ കിട്ടുന്നില്ല. കഞ്ഞികളൊക്കെ ആയി കേട്ടോ ഇത് അല്ലേ? പിന്നെ ബാക്കി നമുക്ക് എല്ലാ സാധനങ്ങളൊക്കെ ബാക്കി സാധനമൊക്കെ ഇടാൻ കേട്ടോ. നല്ല തിളച്ച് സെറ്റായി. അപ്പൊ ഇതിന്റെ പേരൊന്നും കൂടെ എന്ന് പറഞ്ഞാൽ മല്ലിയില പുതിനയില. മഞ്ഞപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്ക് അരച്ചു വെച്ചേക്കുന്ന ഗോതമ്പ് അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ. ഇപ്പൊ ഗോതമ്പ് കുറഞ്ഞു പോയോന്നാണ് ഒരു സംശയം. ഇല്ല, കണക്കാണ്. ഗോതമ്പ് നമ്മൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ വെക്കുന്ന അല്ലേ? അതുകൊണ്ട് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇത് എന്തിനായി തീരുന്നു. അതാണ്. പക്ഷെ ബൂഫൊന്നും അല്ല. നമുക്ക് ചീനി അരച്ചിട്ടാലാ? അതാരും ചെയ്തിട്ടില്ല. അത് ബൂഫും ആവും. കടലെല്ലാം കൂടെ അരച്ചത് കേട്ടാ. അതും കൂടെ അങ്ങോട്ട് ഇടാ. ബദാം അരച്ചത്. ഇനി അങ്ങോട്ട് കേട്ടോ. അങ്ങോട്ട് കുറുവി ഇത് സെറ്റായിട്ട് വരണം കേട്ടോ. ഇളക്കി. പിന്നെ ഇത് മാക്സിമം ഇടിക്കാനുള്ള സാധനം വേണം. ആ, ഇടിക്കുന്ന ഒരു ഒലക്കണക്ക് ഒരു സാധനം ഉണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ ഉള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിക്കുകയാണ്. അതെ അതെ, നമ്മുടെ ഇളക്കുന്ന ഇടിക്കുന്ന സാധനം ഇല്ല. അതുകൊണ്ട് നമ്മള് തവിക്കൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. ഇത് സംഭവം ഇപ്പൊ സെറ്റപ്പ് ആയേട്ടാ. സാധാ ജീരകം പൊടിച്ചത് കേട്ടാ. ഇത് മറ്റേ സാജീരകം. എല്ലാം വറുത്ത് പൊടിച്ചാണ്. സാജീരകം പട്ടയും ഗ്രാമ്പും കൂടി ഇട്ട് പൊടിച്ചതല്ലേ. ഇതെല്ലാം വേണ്ട, കുറച്ച് മതി. ഏലക്ക പൊടിച്ചത്. ഇത്രേ ഉള്ളു സാധനം. കുരുമുളക് പൊടി. നല്ല മണം കേട്ടാ. മറ്റേ ആ മടലിട്ട് കുത്തിയാലേ നമുക്ക് കുറുവി കേട്ടാ സംഭവം. ഏകദേശം നമ്മുടെ പരിപാടി കഴിയാറായിട്ടുണ്ട്. കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നെയ്യ് ഒഴിക്കുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു വെളിച്ചെണ്ണ ഇനി വേണമെന്ന് തോന്നുന്നില്ല അല്ലേ? വെളിച്ചെണ്ണ വേണ്ട, നമുക്ക് നെയ്യ് മാത്രമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. നെയ്യ് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടാൻ കിടാം. ഇടട്ടെ? അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ വറുത്തിട്ടിടാം. വേണ്ട,
ഇതിനകത്ത് പിന്നെ മഞ്ഞപ്പൊടിയൊക്കെ ഇടാത്തവരൊക്കെ ഉണ്ട് കേട്ടോ. മഞ്ഞപ്പൊടി ഇടണം. മഞ്ഞപ്പൊടി ഇടണം, നല്ല ചിക്കൻ ഇച്ചിരി മഞ്ഞപ്പൊടി വേണം. അണുബാധ ഉണ്ടെങ്കിൽ മഞ്ഞപ്പൊടിയാണ് ഏറ്റവും നല്ലത്. വിഷങ്ങളെല്ലാം പോകും. എലി വിഷത്തി ഇട്ടാ പോവോ? അയ്യോ അടുത്ത കേട്ടോ, എത്ര മണിക്കൂറായത് ഇത് ഉണ്ടാക്കി തുടങ്ങിയിട്ട്. ആ അച്ഛ ഇതും കൂടെ ഉണ്ട്, കുറച്ച് ഉള്ളി വറുത്തയും കൂടെ അങ്ങോട്ട് ഇടാം. ബിരിയാണി റെഡി. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഹലീം സെറ്റ് ആയിട്ടുണ്ട് അല്ലേ? ഇനി ഒന്ന് കുറച്ചൊന്ന് തണുക്കണം കേട്ടോ. നമ്മൾ തീ മാറ്റിയിട്ടുണ്ട് ഫുള്ളി. അപ്പം അത്യാവശ്യം നല്ല തിക്നെസ് ഇത്രയും മതി. ഇനിയും വേണമെങ്കിൽ ഇട്ട് കുറുക്കാം, എത്രത്തോളം കുറുക്കാൻ പറ്റുമോ അത്രത്തോളം അടിപൊളിയാണ്. തണുക്കുമ്പോഴത്തേനും ഒന്നും കൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. സംഭവം ഇത്രയും മതി. ഇനി നമുക്ക് ഒന്ന് തണുക്കാൻ വെക്കാം, എടുക്കാം. ഹലീമ റെഡിയായി. ഹലീം നമ്മൾ ഹലീമയാക്കി. ചൂടോടെ എടുത്ത് കഴിക്കാൻ പറ്റത്തില്ല, അണ്ണാക്കുള്ളൂ. തണുത്തിട്ട് കഴിക്കാം. ഹേ ഗൈസ്, അപ്പം നമ്മുടെ എന്തിനായിരുന്നു പറ, പേര് പറ സാരമൊക്കെ ഉണ്ടാക്കി പേര് പറ. അലീനെ ഞാൻ പറഞ്ഞില്ല, അച്ഛ പറഞ്ഞത് ഇത്ര ഒട്ട ഞാൻ പറഞ്ഞത് പേര് ഞാൻ പറഞ്ഞില്ലേ. ഇതൊരു ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇതിന്റെ പല പേരും വരും. എന്റെ സൈഡിൽ ഒരു നാരങ്ങയും കൂടെ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നാരങ്ങ വെച്ചിട്ടുണ്ട്, നാരങ്ങ ഒഴിക്കാം. പിന്നെ മണ്ടയിൽ കുറച്ച് ഉള്ളി പൊരിച്ചതും പിന്നെ മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ടേ. പിന്നെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കഴിച്ചു നോക്കാം. കൊള്ളാല്ലേ? കൊള്ളാല്ലേ? ഓക്കെ. ഒരു കഴിക്കാത്തൊരു ടേസ്റ്റ്, എന്തോ ഒരു പ്രത്യേകത കേട്ടാ, സത്യമായിട്ടും. എല്ലാം കറക്റ്റ്, എരിയും പുളിയും. ആ പച്ചമുളക് കിട്ടതേ ഫുള്ള് അതിനകത്തങ്ങ് അരഞ്ഞ് അത് ഇല്ല, അരച്ച്. ലൈമും കൂടെ കൊണ്ട് ഒഴിക്കാം. ലൈം കൂടെ കൊണ്ട് ഒഴിച്ചാൽ സെറ്റായിരിക്കും. സൂപ്പർ സാധനം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൂപ്പർ സാധനം കേട്ടോ. ഈ സെയിം റെസിപ്പി ഇത് തന്നെ നോക്കണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിലല്ലേ. ഇതിപ്പോൾ നമ്മൾ 2-3-4 വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന കണ്ടിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ ഉണ്ടാക്കിയതാണ്. ചിലവർ മുളക് ഇടുന്നവരുണ്ട്, മല്ലിപ്പൊടി ഇടുന്നവരുണ്ട്. നമ്മൾ വന്നിട്ടില്ല. ഒരുപാട് മസാലയും അതും ഇതൊന്നും ഇടാതിരിക്കും നല്ലത്. അങ്ങനെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അടിപൊളി. എന്തായിരുന്നു ചിക്കൻ്റെ പേര്? ഹലീമ ചിക്കൻ. ഹലീം ചിക്കൻ. ഞാൻ എത്ര വട്ടം പറഞ്ഞതറിയോ ഇത്. മെയിനായിട്ട് മറ്റേ ഇടിക്കുന്ന ഒരു സാധനമുണ്ട്, അത് വേണം, കുറച്ച് വെയിറ്റ് ഉള്ള. അതുണ്ടെങ്കിൽ നല്ല ഇടിച്ച് നല്ല പേസ്റ്റ് ആക്കി എടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കയ്യിൽ ആ സാധനം ഇല്ല, പിന്നെ പറ്റുന്ന കണക്ക് നമ്മൾ സെറ്റാക്കി. എന്തായാലും കൊള്ളാം, നല്ല ടേസ്റ്റ് ആയിരുന്നു, സൂപ്പർ സാധനമായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എല്ലാവരും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് തോന്നുന്നത്. ഏകദേശം അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ ആണ്. ബൈ.